Here comes Nisa. Hi Nisa. How are you? I'm fine. മൊത്തത്തിൽ എന്തോ ഒരു ഡിഫറെന്റ് ലുക്ക് ഫീൽ ചെയ്യുന്നു അല്ലേ? കഴിഞ്ഞ ആഴ്ചയൊന്നും കണ്ട ഒരു നിസയല്ല ഇന്നിപ്പോ സ്റ്റേജിൽ നിൽക്കുന്നത്. അതെയോ? ഏതോ ഒരു ബ്രാഹ്മണ തെരുവിൽ നിന്ന് പൂവൊക്കെ വിറ്റിട്ട് വരുന്ന വഴി ഇവിടെ സ്റ്റേജിൽ കയറി വന്നൊരു ഫീൽ ഉണ്ട്. ഏതോ ഒരു ഭാരതിരാജ പടം. അതെ അതെ, എക്സാക്ട്ലി ഒരു ഭാരതരാജ പടത്തിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന പോലെ ഫീൽ ഉണ്ട്. ഇപ്പോൾ ഈ ടൗൺഷിപ്പിൽ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇത്തിരി ഗ്രാമീണ സുന്ദരിയായിട്ട് വരാമെന്ന് വിചാരിച്ചു. സൗന്ദര്യം ഉണ്ടല്ലോ, ഗ്രാമീണത എക്സ്ട്രാ ചേർത്തല്ലേ ഉള്ളൂ. എന്താന്ന് പെർഫോം ചെയ്യുന്നത്? ഞാനൊരു ഫോക്ക് മൂഡിലൊരു സിനിമാറ്റിക്. അതെ, ഗ്രാമീണ സുന്ദരിയുടെ കൂടെ വളരെ അത്യന്താധുനികനായ ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ടല്ലോ. അത് ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ല അതല്ലേ? എന്താ മോനെ പേര്? രാഹുൽ. രാഹുൽ എന്ത് ചെയ്യുന്നു? ഞാൻ സ്റ്റുഡൻ്റ്. സ്റ്റുഡൻ്റ് ആണ്. നിസയുടെ സ്റ്റുഡൻ്റ് ആണോ? അല്ലല്ല, പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുക, വിദ്യാർത്ഥിയാണ്. ഇപ്പൊ എന്താ ഫ്യൂഷൻ പോലാണോ പെർഫോം ചെയ്യുന്നത്? പുള്ളിച്ചേട്ടാ, ഇവര് സ്വന്തമായി കൊറിയോഗ്രാഫി എല്ലാം, കോസ്റ്റ്യൂം അടിപൊളി. താങ്ക് യു. Nisa, how is he related to you? Is he your relative? ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയുടെ മോനാണ്. Oh, very good. അപ്പോൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്താ മോൻ്റെ രാഹുൽ, എന്തുകൊണ്ടാണ് ആരും തയ്യാറായില്ല, ഇദ്ദേഹം മാത്രമേ അതെന്താ ആരും തയ്യാറായി. തയ്യാറാവുന്നത്? ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡ് എവിടെ? നിസയുടെ ഹസ്ബൻഡ് എവിടെ? എവിടെ പോയി? എവിടെ പോയി? ഇവിടെ എന്താ ഇത്? എന്താ ഹസ്ബൻഡ് എന്തുകൊണ്ട് തയ്യാറായില്ല? അത് ശ്രമിക്കായിരുന്നു കേട്ടോ. അതൊരു ഒരു നല്ല എക്സ്ക്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതിന്റെ പ്രശ്നം പൊന്നുമോനെ ചതിക്കല്ലേ എന്ന് കൊണ്ടുവന്നതാണ്. പ്രശ്നം വെച്ചാല് നിസ്സ എന്ത് ചെയ്യുമ്പോഴും പുള്ളി ഇരുന്നിട്ട് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ടെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതെ അതെ അതെ. അപ്പൊ ഇനി പുള്ളി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ വിമർശനമൊക്കെ പൊള്ളയായിരുന്നു എന്നുള്ള മനസ്സിലായി. നിസയുടെ പക്ഷേ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമായി. എന്നാ വണ്ടില്ലെങ്കിൽ വന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആളെ വിളിച്ചോളാം. നിങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യ, ഞാൻ വേറെ ആളെ വെച്ച് ഡാൻസ് ചെയ്യും. അതൊരു വിഷയമല്ലേ എനിക്ക്. നിസ, ഓൾ ദ വെരി ബെസ്റ്റ് യു. നോക്കിലെ പട്ടുനൂലിനാൽ കെട്ടിയിട്ട പെണ്ണേ, ആറ്റുവക്കിലെ ആറ്റുവഞ്ചി പോൽ പൂത്തുലഞ്ഞതന്തേ, കൊച്ചു പിച്ചക പൂങ്കിനാക്കളെ കട്ടെടുത്ത കണ്ണേ, ആളൊഴിഞ്ഞൊരി അന്തി നേരത്ത് കാത്തു നിന്നതന്തേ. പാതയോരത്തെ നാട്ടുമാഞ്ചുവട്ടിൽ പാതി നാണിച്ചു നീ ഒളിപ്പിച്ച പഞ്ചവർണ്ണ മോഹം. പണ്ടൊരിക്കലി പാതയോരത്തെ നാട്ടുമാഞ്ചുവട്ടിൽ പാതി നാണിച്ചു നീ ഒളിപ്പിച്ച പഞ്ചവർണ്ണ മോഹം. മിന്നും കൊഞ്ചലായി മെല്ലെ ചൊല്ലുമോ എന്റെ ഓമലാളേ, തങ്കത്താമരെ തളിർമുത്ത നീ എന്റെ സ്വന്തമല്ലേ. ഒറ്റ നോക്കിലെ പട്ടുനൂലിനാൽ കെട്ടിയിട്ട പെണ്ണേ, ആറ്റുവക്കിലെ ആറ്റുവഞ്ചി പോൽ പൂത്തുലഞ്ഞതന്തേ, കൊച്ചു പിച്ചക പൂങ്കിനാക്കളെ കട്ടെടുത്ത കണ്ണേ, ആളൊഴിഞ്ഞൊരി അന്തി നേരത്ത് കാത്തു നിന്നതന്തേ. ചെയ്യാ ചെയ്യാ ചെയ്യാരേ ചെയ്യാ ചെയ്യാരേ ചെയ്യാ ചെയ്യാ ചെയ്യാരേ ചെയ്യാ ചെയ്യാരേ ചെയ്യാ ചെയ്യാ ചെയ്യാരേ ചെയ്യാ ചെയ്യാരേ ചെയ്യാ ചെയ്യാ ചെയ്യാരേ ചെയ്യാ ചെയ്യാരേ. പൂക്കുവേലിന്റെ പൂവിതൾ വീഴും ഈ വയൽ
നൂലിനാൽ കെട്ടിയിട്ട പെണ്ണേ, ആറ്റുവക്കിലെ ആറ്റുവഞ്ചിപ്പോൾ പൂത്തുലഞ്ഞതെന്തേ, കൊച്ചു പിച്ചക പൂങ്കിനാക്കളെ കട്ടെടുത്ത കണ്ണേ, ആളൊഴിഞ്ഞൊരു അന്തി നേരത്ത് കാത്തു നിന്നതെന്തേ. ചെറുക്കിന്നാരം ആഹാ അത് സ്വകാര്യം